ഉണ്ണിയപ്പം നമ്മളുടെ ഒക്കെ ഒരു വീക്ക്നെസ്സാണ് അല്ലേ? ആ നെയ്യിലൊക്കെ മൂത്ത് വന്നിട്ടുള്ള ആ ഉണ്ണിയപ്പത്തിൻ്റെ മണം പറയാനും വയ്യ. അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ? എന്നാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലോ. ഇത് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ഗോതമ്പ് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പം റെഡിയാക്കാം. കണ്ടോ, സൂപ്പർ സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബ്ലെൻഡറിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഇടുന്നത്. ഇനി അതിലേക്കൊരു അരക്കപ്പിൽ താഴെ ഒരു അരക്കപ്പോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇട്ട് കൊടുത്തത്. ഒരു നുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അരക്കപ്പോളം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി കട്ടിയായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഒരു 3-4 അച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കൂ കേട്ടോ, അതായിരിക്കും നല്ലത്. ഇതിൽ ഞാൻ ചക്ക വരട്ടിയതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിനിടയിൽ ഞാനൊരു ചക്ക വരട്ടിയത് കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ബ്ലെൻഡറിൽ തന്നെ ഇടണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കിതൊന്നിച്ച് കുഴയ്ക്കുക, വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാൻ പറ്റും വെച്ചാൽ അതായാലും കുഴപ്പമില്ല. ഇതിലൊരു കുറച്ച് ഗോതമ്പ് മാവ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബ്ലെൻഡറിൽ. ഇനി അതിലേക്കൊരു ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പുളിയില്ലാത്ത സാധാരണ പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടും നമ്മുടെ ഇതിന്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഫുള്ളായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതാ നമ്മളതിനെ മാറ്റിയിട്ടുണ്ട് പാത്രത്തിലേക്ക്. ഇതൊരു ഇഡ്ലി മാവിൻ്റെ പരുവല്ല, എന്ന ദോശമാവിനേക്കാൾ കുറച്ചും കൂടി കട്ടിയുള്ള പരുവത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഈ ഗോതമ്പിൻ്റെ ഇതാണ്ടായിരിക്കാം കുറച്ചൊരു കൊഴുപ്പുള്ള മാതിരി തോന്നും, പക്ഷേ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ ശരിയാവും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തിടാം. അതിനായിട്ട് 1 ടീസ്പൂണോളം ഘീ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തും തേങ്ങയുടെയും ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ നല്ലോണം കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഒരു 1/2 കപ്പോളം ഇട്ടു എന്ന് മാത്രം. ഇതെന്താ ഒരുവിധമായിട്ടുണ്ട്. ഞാനിത് ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ചുവന്നപ്പോൾ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ആ മിക്സ് ചെയ്തിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ആ നെയ്യിൽ മൂത്തിട്ടുള്ള ഇതിൻ്റെ മണം ഭയങ്കര രസമല്ലേ. കുറച്ച് നമ്മുടെ നല്ല ജീരകവും ഒരു 1/2 ടീസ്പൂണോളം ചുക്കുപൊടി കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ ചുക്കുപൊടി. 1 ടീസ്പൂണായിട്ട് നമ്മുടെ എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചുക്കുപൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ അപ്പത്തിന്. ഇതാണ് ഞാൻ കൺസിസ്റ്റൻസി, മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതൊരു 10 മിനിറ്റോളം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്തൊന്ന് എല്ലാം കൂടി സെറ്റ് ആവാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഫുൾ നെയ്യിലല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യും കുറച്ച് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാതെയും ഈ നെയ്യൊന്നും ഒരുപാട് കുടിക്കാതെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എപ്പോഴും ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടിൽ ഒഴിക്കുക. പിന്നെ അതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി വെക്കുക കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഒരുപാട് നിറച്ചൊഴിച്ചിട്ടില്ല. ഇതിൽ ഒരുപാട് നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ല, വേവാനും എന്നുള്ളത് കൊണ്ട്. ഇത് മാവ് ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഫ്ലഫിനെസ് വരാനും ഒക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇനി ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളമെന്ന് തോന്നുന്നല്ലോ കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായി കിട്ടും. ഫുള്ളായിട്ട് നമ്മൾ അടി വേവാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പില്ലാതെ ഒരു കുഴിഞ്ഞൊരു ഷേപ്പിലേക്ക് പോകുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ ഒരു പകുതി ആകുമ്പോൾ തന്നെ മറിച്ചിടും. അപ്പം നമ്മൾ ഉണ്ണിയപ്പമായിട്ടും കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്കിതൊന്ന് ഇരുന്ന് വേവട്ടെ. നല്ല രസമായിട്ട് കണ്ടോ ആ ഭാഗമായിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 മിനിറ്റ് ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇപ്പുറത്തെ സൈഡും ഒരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് റെഡി ആവുന്നുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. ഇപ്പം റെഡി. നമുക്കത് വാങ്ങിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കാം. കണ്ടോ, എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. എണ്ണയും നെയ്യും ഒന്നും അധികം കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചതിൽ 1/4 ഭാഗം അവിടെ തന്നെ ബാക്കിയുണ്ട് കേട്ടോ. കണ്ടോ, സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എണ്ണ അതിലേക്ക് വീഴാനും എളുപ്പമായിരിക്കും. ഇതായിരിക്കുന്നു നമ്മുടെ അടിപൊളി 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഗോതമ്പ് ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ടെക്സ്ചർ എന്ന്. കേട്ടോ, സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. ഇതിൽ പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പോലും ഇല്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ആ ചിക്കൻ്റെ മണം
പിന്നെ അതൊക്കെ കൂടിയായിട്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈസി ഉണ്ണിയപ്പം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.